ഹലോ, പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് വറുത്തതിനോടും പൊരിച്ചതിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് അങ്ങനെ അങ്ങോട്ട് കഴിക്കാനും പറ്റില്ലല്ലോ. പക്ഷെ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കണതിൽ തെറ്റില്ല അല്ലേ. അങ്ങനെ ഇൻസ്റ്റഗ്രാമത്തിൽ റീൽസ് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു റെസിപ്പി കിട്ടിയത്. അതാണ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പട്ടോ. കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് സോഡാപ്പൊടി, കുറച്ച് തൈര്, പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, പിന്നെ അതുപോലെ തന്നെ ചുവന്നുള്ളി ഒക്കെ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി വെക്കണം. ഒരു ഹാഫ് ആൻ അവർ ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഇതൊരു ഇത്തയുടെ റെസിപ്പിയാണ്, പേര് ഞാൻ മറന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എണ്ണ ചൂടാക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമ്മൾ നുള്ളി ഇട്ടിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇത് കഴിക്കുമ്പോൾ ഒരു ചമ്മന്തിയുടെ കൂടെ തേങ്ങ ചമ്മന്തി, ഉള്ളി ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ കഴിക്കണം. അല്ലാണ്ട് വെറുതെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല. എന്നാൽ ഒരു പരിപ്പോടെ ടേസ്റ്റും ബജിയുടെ ടേസ്റ്റും കൂടി ആയിട്ട് ഞാനൊരു ഉള്ളിവടയുടെ കൂടെയാണ് കഴിച്ചത്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നൊരു ബൈ.